നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സഭയാണ്. സഭയിൽ ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. ഗലാത്യർ 6:6 ഇങ്ങനെയാണ് പറയുന്നത്. ഗലാത്യർ 6:6 എടുത്തട്ടെ. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് മതി. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ചോദ്യം, കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ പറയണം. വചനോ അമൃത പറഞ്ഞല്ലോ അല്ലേ? വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടായാൽ, ഒരു വർഷം കൂടി ദൈവം നിങ്ങൾക്ക് തന്നാൽ, നന്മ എവിടെ കൊണ്ടുവരണമെന്നാ? വചനം പഠിപ്പിക്കുന്നിടത്ത് കൊണ്ടുവരണം. ഹല്ലേലൂയ. ശരിയാണോ? അല്ലെങ്കിൽ ആ വചനം വെട്ടിക്കളയും. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വചനം എപ്പോഴും സത്യം തന്നെയാണ്. ഹല്ലേലൂയ. എന്തോ നന്മ ഉണ്ടായാലും, ഒരു ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, നന്മ എവിടെ കൊണ്ടുവരണമെന്നാ പറഞ്ഞേ? വചനം പഠിപ്പിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. അതിന്റെ ഓഹരി ഇവിടെ. അത് എല്ലാ സന്തോഷവും. വീട്ടിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു മരത്തേല് ആദ്യമായിട്ട് ഫലം ഉണ്ടാവുക, അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടായി അല്ലേ? ഇവിടെ കൊണ്ടുവന്നു, നന്മ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചർച്ചിലൊക്കെ കൊടുക്കുന്നത്. അതാണ് അതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അത് ബൈബിളിലുള്ള വ്യവസ്ഥയാണ്. അത് ടൈത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. മാസവരി കൊടുക്കുന്നു അതൊന്നും അല്ല. വചനം നിങ്ങൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ നന്മകളിൽ ഓഹരി കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ഞാൻ പറയാൻ വന്നതേ ഉള്ളൂ. സ്തോത്രം. പറഞ്ഞുകൂടാത്തവർക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, യൂട്യൂബുകളിൽ നിന്ന് കണ്ടു പഠിക്കുന്നവരുണ്ട്, ചർച്ചുകൾ പോയി പഠിക്കുന്നവരുണ്ട്, ചർച്ചുകളിൽ പോകുന്നവരുണ്ട്, പക്ഷെ അവിടെ ഒന്നും പഠിക്കുന്നില്ല. ശരിയല്ലേ? അപ്പൊ എവിടെ നിന്നാണോ നിങ്ങൾ ആത്മീകമായി വളരുന്നത് അവിടെ എന്ത് ചെയ്യണം? നിങ്ങളുടെ സന്തോഷം വരുമ്പോ അവിടെയാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ നന്മ എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ കൊടുക്കുമ്പോ വരേണ്ടടുത്ത് അനുഗ്രഹം വരും. അതാണ് കാര്യം. സ്തോത്രം. അതുകൊണ്ട് പലരും എന്നോട് ചോദിക്കാണ്ട്, സിസ്റ്ററെ ഞങ്ങള് സഭയിൽ ടൈത്ത് കൊടുക്കുന്നുണ്ട്, മാസവരി കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വളരാൻ പറ്റുന്നില്ല, ആത്മീയമായിട്ട് ബ്ലെസ്സിങ്സ് വരുന്നില്ല. ഇതാണ് കുഴപ്പം. കൊടുക്കേണ്ടടുത്തല്ല നമ്മൾ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ്. സ്തോത്രം. ഇത് ഞാൻ പറയാൻ വന്നതല്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് കടന്നു വരാം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ എങ്ങനെ കേൾക്കുന്നവരായി തീരാം. ഇപ്പോ നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വെറുതെ അല്ലേ? നിങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും, കർത്താവേ എന്നെ അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞ് എത്ര പേർ ഇരിക്കാൻ തുടങ്ങിയോ? എനിക്കൊന്നും കേൾക്കുന്നില്ലേ? ഫാനിന്റെ ശബ്ദമാണോ? പറഞ്ഞാട്ടെ. ആരും തുടങ്ങിയില്ലേ? തുടങ്ങി. ഒരാളെങ്കിലും തുടങ്ങി. സ്തോത്രം. ഒരാളുള്ളത് കൊണ്ട് പഠിപ്പിക്കാം. ആരും ഇന്ന് കൈപൊക്കാതിരുന്നേ ഞാനിന്ന് ഈ ക്ലാസ് ഇവിടെ നിർത്തിയിട്ട് പോവായിരുന്നു. ഒരാളെങ്കിലും വളരുന്നെങ്കിൽ തുടങ്ങി. 2 പേരായി. എനിക്ക് സന്തോഷമാണ്. ഓരോരുത്തരെങ്കിലും ദൈവസന്നിധിയിലിരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പറയാനും കൂടുതലായിട്ട് ഒരു ഉത്സാഹം ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. എപ്പോഴാണ് നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചു. അവൻ പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. അവനത് ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ അവൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് തത്രപ്പെടുമ്പോൾ അതിനെ അനുവദിക്കാത്തത് ആരാണെന്ന് പറഞ്ഞു? പിശാച. അനുവദിക്കില്ല ആത്മമനുഷ്യനെ പുറത്തു വരാൻ. ഒന്നെങ്കിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിരാശകൾ, അല്ലെങ്കിൽ രോഗങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ ഏതെങ്കിലും അവൻ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കിതിനെ ജയിക്കണം. ഈ ക്ലാസ്സിനൊടുവിൽ എല്ലാത്തിനെയും നമ്മൾ ജയിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്കാണ് ആര് വരുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വരുന്നത്. അവിടെ നിന്നാണ് സകല പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. നിങ്ങൾ ധാരാളം ഉപദേശങ്ങൾ കേൾക്കാറില്ലേ? അസൂയപ്പെടരുത്, കോപിക്കരുത്, പിണങ്ങരുത്,
പിന്നെ മദ്യപിക്കരുത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഒരു വ്യക്തിയെ മാറ്റുന്നുണ്ടോ? ഇല്ല. ഒത്തിരി ഉപദേശങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി ന്യായപ്രമാണത്തിൽ തന്നെ എന്തോരം കൽപ്പനകളാണ് മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതെന്നറിയാമോ? പുറപ്പാട് ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. 600-ൽ പരം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. 10 നമുക്ക് അറിയാവുള്ളൂവെങ്കിലും 600-ൽ പരം കൽപ്പനകളുണ്ട്. അപ്പൊ ഇതൊന്നും അവർക്ക് അനുസരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. നമുക്ക് പോലും പറ്റുന്നുമില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മുടെ ജഡം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെന്ന വ്യക്തിയും പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? പിശാച്. അപ്പൊ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമോ അത്രത്തോളം നിങ്ങൾ എന്നുള്ള വ്യക്തി രൂപാന്തരപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ആത്മാവ് എന്നുള്ള ഒന്നുണ്ടെന്ന്. ശരിയല്ലേ? അപ്പൊ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയുകയാണ് നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് ഞാൻ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളല്ല ആര് പറയുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പൊ എൻ്റെ ചിന്തയും പരിശുദ്ധാത്മാവിന്റെ ചിന്തയും തികച്ചും വ്യത്യസ്തമാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? ആണ്. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നതല്ല ദൈവത്തിന്റെ ആത്മാവ് ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും ചിന്തകൾ എപ്പോഴും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ നിന്ന് അതൊന്ന് വായിച്ചു നോക്കിയാലോ? ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഗലാത്യർക്ക് എഴുതിയ ലേഖനം എടുത്തേ, അതിന്റെ 5:16 വായിച്ചാട്ടെ. ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്നു ഞാൻ പറയുന്നു. അടുത്ത വാക്യം വായിക്കുഞ്ഞേ. ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അത്രയും മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. അപ്പൊ ബൈബിൾ പറയുന്നു ആത്മാവിനെ എന്ത് ചെയ്യണം? അനുസരിക്കണം, എന്നിട്ട് നടക്കണം. എങ്ങനെ നടക്കും? എങ്ങനെ അനുസരിക്കും? We are not hearing anything from Holy Spirit. നമ്മൾ ഒന്നും കേൾക്കുന്നില്ല പരിശുദ്ധാത്മാവിൽ നിന്ന്. പിന്നെ എങ്ങനെ അനുസരിക്കാനായിട്ട്? അനുസരിക്കണമെങ്കിൽ ആദ്യം കേൾക്കണ്ടേ? എൻ്റെ കുഞ്ഞ് ഇവിടെ നിൽക്കുവാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനോട് പറയുകയാണ് മോളെ ഇങ്ങോട്ട് വന്നേ. അവള് കേട്ടതുകൊണ്ടല്ലേ വന്നത്. കേട്ടില്ലെങ്കിൽ വരൂ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നേന്ന് ഞാൻ ഒരാളോട് പറഞ്ഞ അയാൾ അത് കേൾക്കണം, എന്നാലല്ലേ എനിക്ക് വെള്ളം എടുത്ത് തരുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും? ആരൊന്നും മിണ്ടുന്നില്ല. അപ്പോ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് പറയുന്നത് ആത്മാവ് പറയുന്ന കാര്യങ്ങളല്ല. എന്റെ മനസ്സ് പറയുന്നത് ആത്മാവിന് ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ്. അതുകൊണ്ടാ പറയുന്നത് എന്റെ മനസ്സ് ജഡാഭിലാഷം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ആത്മാവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആത്മാവ് എന്നോട് പറയും മോളെ നമുക്ക് കുറച്ച് സമയം ബൈബിൾ വായിക്കാം, പ്രാർത്ഥിക്കാം, നീ എന്റെ സന്നിധിയിലോട്ട് വന്നിരിക്കേ. അപ്പൊ ജഡം പറയും ഇതാണ്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തേക്കാനുണ്ട്, ഇപ്പോഴൊന്നും ബൈബിൾ വായിക്കാനുള്ള സമയമില്ല, അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, അപ്പുറത്തും ചെയ്തിട്ടില്ല, അത് ഓക്കെ ആയിട്ടില്ല, ഇത് ഓക്കെ ആയിട്ടില്ല. പോയല്ലേ? ഇപ്പൊ ആര് പറഞ്ഞത് നമ്മൾ കേട്ടു? ജഡം പറഞ്ഞത് കേട്ടു, പോയില്ലേ? ആത്മാവ് ആഗ്രഹിക്കുന്ന എന്താ? എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിക്കാനും ബൈബിൾ വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ജഡോ ഓപ്പോസിറ്റ് ആയിട്ട് ആഗ്രഹിക്കുക. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ ചർച്ചിൽ പോകാന്ന് നമ്മളൊന്ന് തീരുമാനം എടുത്ത് നിൽക്കാന്ന് വിചാരിച്ചോണേ. അപ്പത്തേനും നമ്മുടെ ജഡം പറയുക ഇന്നിപ്പോ പോയില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, തുണിയൊന്നും അലക്കിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോണം. അപ്പൊ എന്ത് തീരുമാനിക്കും നമ്മള്? ജഡം പറയുന്ന തീരുമാനിച്ചു, ആത്മാവ് പറഞ്ഞത് പോയില്ലേ? ഇങ്ങനെയാണ് ജഡം കൊണ്ടുപോകുന്നത്. അപ്പൊ ശരിക്കും നിങ്ങൾ ഓഡിബിൾ വോയിസ് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയാൽ
നിങ്ങൾ പറയും കല്യാണം അവിടെ നിൽക്കട്ടെ, പാല് കച്ചവടം നിൽക്കട്ടെ, തുണി അവിടെ കിടക്കട്ടെ, അലക്കിയില്ലേലും കുഴപ്പമില്ല, മക്കളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എല്ലാറ്റിനും മുമ്പേ എൻ്റെ അപ്പൻ എന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു, ഒരു മധുരസ്വരം ഞാൻ കേൾക്കുന്നു. അപ്പന്റെ അടുത്ത് പോയിട്ടല്ലാതെ ഞാൻ ഒന്നിനുമില്ല. അവിടാണ് ആത്മാവ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആരെ തോൽപ്പിച്ചു? ജഡത്തെ തോൽപ്പിച്ചു. ഇങ്ങനെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഉപദേശിച്ചു എല്ലാ ദിവസവും ഞായറാഴ്ച കൃത്യം 9 മണിക്ക് നിങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് വരണം, ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ എത്ര ദിവസം വരും? അങ്ങനെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് നിങ്ങൾ വന്നാൽ ചൂടിലും തണുപ്പിലും മഴയിലും വെയിലിലും അപ്പന്റെ സന്നിധി വിട്ട് നിങ്ങൾ പോവില്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം പിശാചു കൊണ്ടുവന്നാലും നിങ്ങൾ പോവില്ല. എന്തുകൊണ്ടാ? ആ ശബ്ദം കേൾക്കുകയാ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതിനേക്കാൾ കവിഞ്ഞതൊന്നും എനിക്ക് ലോകത്തിലില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെക്കാൾ വേറെ എന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോളണം. അതിൽ നിന്നൊരു പ്രതികൂലം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. ഏതിനെയാണോ നിങ്ങളിപ്പോ ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രതികൂലം വരുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവത്തെക്കാൾ നിങ്ങൾ അതിനെയാണ് സ്നേഹിക്കുന്നത്. അതങ്ങനെയാണ്. ദൈവം എന്നെ പഠിപ്പിച്ച ഒരു ആത്മീയ പാഠമാണത്. നിങ്ങൾ കാശിനെയാണ് ദൈവത്തെക്കാൾ ഏറെ സ്നേഹിക്കുന്നതെങ്കിൽ അതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ വരും. അതോടെ നിങ്ങളെ ദൈവം പണിയും, അത് വേറെ കാര്യം. നിങ്ങൾ ജീവിത പങ്കാളിയോ മക്കളെയാണ് സ്നേഹിക്കുന്നെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രതികൂലമായിരിക്കും. അങ്ങനെ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അവരെയാ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തെ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്ന്? സ്തോത്രം. അപ്പൊ ആത്മാവിനെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിനെ കേൾക്കണം. നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരം കേൾക്കണം. അതിനുവേണ്ടി നിങ്ങൾ ദിനം 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 ദൈവസന്നിധിയിൽ ഇരുന്നാലേ മതിയാകത്തുള്ളൂ. ഒരു ദിവസം ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. 2 ദിവസം ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. 3 ദിവസം ഇരുന്നു, ഒന്നും സംഭവിച്ചില്ല. 4 ദിവസം ഇരുന്നു, നിങ്ങൾ 1 മാസം ഇരിക്കേണ്ടി വന്നേക്കാം, 2 മാസം ഇരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ നിങ്ങൾ ഇരിക്കാൻ തീരുമാനിച്ചാൽ ദൈവം തന്നേ മാറും. ഹല്ലേലൂയ. അതങ്ങനെയാണ്. പക്ഷെ നമ്മളുണ്ടല്ലോ, 1 ദിവസം ഇരുന്ന്, 2 ദിവസം ഇരുന്നു, 3 ദിവസം ഇരുന്നു, 4 ദിവസം ഇരുന്നു, 5 ദിവസം ഇരുന്നു മാക്സിമം. പിന്നെ എനിക്കിതൊന്നും ശരിയാകില്ല, ഇത് ശബ്ദമൊന്നും കേൾക്കാനും പോകുന്നില്ല, പരിശുദ്ധാത്മാവ് വരാനും പോകുന്നില്ല. അതിനിടയ്ക്ക് വേറെയും കാര്യങ്ങൾ വരും. നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളത് എല്ലാം പിശാച് ചെയ്യും. നമ്മളെ ഈ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അതുകൂടെ പറഞ്ഞു തരാം. സിസ്റ്ററെ, ഞാൻ പ്രാർത്ഥിക്കാൻ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാ ആണോ? എന്നാൽ വളരെ വേഗം ഡെലിവറൻസ് അടുത്തെന്നാണ് അർത്ഥം. കാരണം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ എല്ലാം പിശാചു ഇളകി. അതുകൊണ്ടാണല്ലോ അത്രയും പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്നത്. അതിനെ ജയിക്കാനായിട്ട് നമുക്ക് കഴിയണം. അത് കഴിഞ്ഞാൽ ഒരു ക്രോസ് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു വലിയ ഘട്ടം കഴിയുക. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതോടെ നമ്മൾ ജയിച്ചു. പിന്നെ പിശാചിനെ തള്ളിയിടാൻ പറ്റില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? ഇല്ല. നിങ്ങൾ ആത്മാവിന്റെ തീയിലോട്ട് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നാൽ പിന്നെ അവൻ എന്ത് പരീക്ഷണം ഇട്ടാലും നമ്മൾ വീഴില്ല. പക്ഷെ ആദ്യത്തെ കുറച്ച് പടികൾ നമുക്കൊന്ന് കടന്നു കിട്ടാൻ വലിയ പാടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര സ്ട്രഗിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. ദൈവത്തോടു കൂടെ ഇരിക്കുന്ന സമയം മുടക്കരുത്. എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും രാവിലെ 1 മണിക്കൂർ ദൈവത്തോടു കൂടെ ഇരുന്നിട്ട് ചെയ്താൽ മതി. അല്ലാത്തതെല്ലാം അങ്ങ് പോട്ടെ. ബാക്കി അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, നിങ്ങൾ ആ സമയം പ്രാർത്ഥിച്ചില്ലെങ്കിൽ. എന്നാലും നമുക്കത് വേണ്ട. ആദ്യത്തെ സ്ഥാനം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൊടുക്കണം. ദൈവത്തോട് കൂടെ ഇരിക്കാൻ നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ. ഒരു സംഭവം പറഞ്ഞുതരാം കേട്ടോ. അത് പറയാൻ വന്നതല്ല, എങ്കിലും പറയാം, അത് മനസ്സിലോട്ട് വന്നതുകൊണ്ട്.
ഞാനിങ്ങനെ ഒരു വ്യക്തിയോട് പറയുക കേട്ടോ, ഒരു സഹോദരനോട്, നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ. ഓക്കെ, അപ്പൊ രാവിലെ ഒരു 5 പാട്ട് വെച്ചു കേട്ടു താനെ കേട്ടോ, ഒരു പ്രസംഗം വെച്ചു കേട്ടു. ഓക്കെ, കറക്റ്റ് നോക്കി രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ പ്രാർത്ഥിച്ചല്ലോ. ഇതാണോ പ്രാർത്ഥന? 5 പാട്ട് മൊബൈൽ വെച്ച് കേട്ടു, ഒരു പ്രസംഗവും കേട്ടു. ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നുണ്ട്. ഇതല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്ന് എടുത്തു കളഞ്ഞ് സകലത്തിൽ നിന്നും വേർപെട്ട് ഒറ്റയ്ക്ക് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കണം. അറയിൽ കടന്ന് വാതിലടച്ച് എന്ത് വേണമെന്ന രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സകലത്തിൽ നിന്നും വേർപെട്ട ഒരു പ്രാർത്ഥന. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായാലേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ക്രിയ ചെയ്യും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആ സഹോദരൻ എന്താണ് ചെയ്യുന്നത്? ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകും, പിന്നെ സിനിമ കാണും, സിനിമ പാട്ടും കാണും, കോമഡി ഷോയും കാണും. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, 5 പാട്ടിനും ആ ഒരു പ്രസംഗത്തിന് എന്ത് ചെയ്യാൻ പറ്റി ആ സഹോദരന്റെ ജീവിതത്തില്? ആ ജീവിതത്തെ മാറ്റിയോ? ഇല്ലല്ലേ. അപ്പൊ ഈ 5 പാട്ടും പ്രസംഗം കേൾക്കുന്ന നേരം കൂടി 5 സിനിമ പാട്ടം കേട്ടപ്പോരായിരുന്നു മതി. അതായിരുന്നു ഇതിനേക്കാൾ ഏറ്റവും നല്ലത്. അങ്ങനല്ല ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗെയിം പോലെ ഒന്നും കാണരുത്. ഒരു ഫുട്ബോൾ അടിക്കുമ്പോൾ കിട്ടിയ കയറുന്നെങ്കിൽ കയറട്ടെ, ഫുട്ബോൾ തട്ടി വിടുമ്പോ കേട്ടോ, അല്ലെങ്കിൽ ഗോൾ ആകുന്നെങ്കിൽ ഗോൾ ആകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെയല്ല ആത്മീയ ജീവിതം. അതിനെ സീരിയസ് ആയിട്ട് കാണണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാറ്റിനേക്കാളും സീരിയസ് ആണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ICU എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതിനകത്ത് അങ്ങനെ ഇങ്ങനെ ഉള്ളവരൊന്നും കയറ്റില്ല. ആത്മീയ ജീവിതത്തിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് അത്രയും സീരിയസ് ആണ്. ഹല്ലേലൂയ. അതുപോലെ സീരിയസ് ആയിട്ട് നമ്മൾ അത് ജീവിതത്തിൽ എടുത്താൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ജീവിത പങ്കാളി മാറും, നിങ്ങളുടെ മക്കൾ മാറും, നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരും മാറും. ഹല്ലേലൂയ. ദേശത്തെ മാറ്റുന്നവനാക്കി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അത് സീരിയസ് ആയിട്ട് ആ ഒരു വിഷയത്തെ നിങ്ങൾ കാണണമേ. ഹല്ലേലൂയ. അത്രയും സീരിയസ് ആയിട്ട് കാണുക. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമണ്ഡലത്തെ തകർത്തെറിയാൻ ശ്രമിക്കുന്നവരാണെന്നറിയാമോ? പിശാചോ അവന്റെ സൈന്യവുമാ, അവന്റെ കൂട്ടാളികളുമാ നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ, പലരുടെയും മനസ്സിനെ അവൻ പിടിച്ചു കെട്ടിയിരിക്കുക. മനസ്സിനൊരു സ്വാതന്ത്ര്യമില്ല. മനസ്സിനെ അങ്ങ് പിടിച്ച് ജയിലിനകത്ത് ഇട്ടേക്കും പോലെ, അവിടെ ഇട്ട് അതിനെ പീഡിപ്പിക്കുന്നത് പോലെ മനസ്സ്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കുക. പരിശുദ്ധാത്മാവ് ചോദിക്കുക, മോനെ മോളെ, നിന്റെ മനസ്സ് എന്റെ കയ്യിലോട്ട് താ, നിന്റെ വികാരങ്ങൾ താ, നിന്റെ വിചാരങ്ങൾ താ, ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാം. ഹല്ലേലൂയ. നിനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റെ കയ്യിൽ താ. നിനക്ക് വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റെ കയ്യിൽ താ. നിനക്ക് നിരാശ നിന്റെ ജീവിതത്തിലേക്ക് വരികയാണോ? നിന്റെ മനസ്സിനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ മാറ്റാം. ഹല്ലേലൂയ. ഈ ലോകത്ത് ഒരു ഡോക്ടറിനും നിന്റെ മനസ്സിനെ മാറ്റാൻ പറ്റില്ല. ഹല്ലേലൂയ. ഒത്തിരി മെന്റലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ പോകും, കൗൺസിലിങ്ങിനൊക്കെ പോകും. എങ്കിലും കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇവ പഴയതുപോലെയാവും. എന്തുകൊണ്ടാണ്? മനസ്സിനെ മാറ്റാൻ ഒരു സൈക്കോളജിസ്റ്റിന് കഴിയില്ല, സൈക്കോളജിസ്റ്റിനെ സൃഷ്ടിച്ചവന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മനസ്സ് ടോർച്ചർ ചെയ്യപ്പെടുന്നത് അത് പിശാചിന്റെ വല്ലാത്ത തന്ത്രമാണ്. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവുമായി ചേർന്നൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ ജീവിതത്തെ സീരിയസ് ആയി എടുക്കുകയും നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിക്കുകയും കൂടെ നടക്കുകയും വേണം. ഓരോ നിമിഷവും നടക്കുമ്പോൾ പരിശുദ്ധാത്മാവേ വിളിച്ചോണ്ട് നടക്ക്. നിങ്ങൾക്ക് കഴിയുന്നില്ലേ നടക്കാൻ, ശരീരം വേദനിക്കുന്ന അവസ്ഥകൾ, പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ. തളർന്നു പോകുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തണം. ഞാൻ ഇന്നലെ ഒരു സംഭവം ഇവിടെ പറഞ്ഞു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയപ്പോ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയതിനെ കുറിച്ച്. ഹല്ലേലൂയ. പോലീസ് സ്റ്റേഷനിൽ കയറാൻ കഴിയാതെ നിൽക്കുമ്പോ, ആ കേസ് കൊടുത്ത വ്യക്തി എനിക്കെതിരായിട്ട് സംസാരിക്കുമ്പോ, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം എന്റെ മുമ്പിലേക്ക് നിരത്തി വെച്ചപ്പോഴും ഞാൻ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുകയാണ്, ഞാൻ നിനക്ക് മുമ്പായി പോകും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി പോകും. ഹല്ലേലൂയ. ബലപ്പെട്ടു ഞാൻ, എന്റെ മനസ്സ് ബലപ്പെട്ടു, എന്റെ ശരീരം ബലപ്പെട്ടു, ഞാൻ ധൈര്യത്തോടെ പോയി. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വാക്കാരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ,
എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ കൂടെ ഒന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ ഒരുവൻ ഉണ്ടായിരുന്നേ, കരത്തെ പിടിച്ച് മോനെ സാരമില്ലടാന്ന് പറയാൻ ഒരാൾ ഉണ്ടായിരുന്നേലെന്ന് വിചാരിച്ചിട്ടുണ്ടോ? എല്ലാവരും 4 വശവും നിന്ന് കുറ്റം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇന്നും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എല്ലാം നിന്റെ കുറ്റമാ, എല്ലാം നിന്റെ കുറ്റമാ. എന്നാൽ കർത്താവ് പറയുന്നു, അല്ല മോനെ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നിന്റെ വിഷമങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം, നിന്റെ സന്തോഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. നിന്റെ നിരാശകൾ, ഭാരങ്ങൾ നീ ഷെയർ ചെയ്യേണ്ട എന്റെ പുറത്തേക്ക് വെച്ചോ. ഹല്ലേലൂയ. എല്ലാം ഏറ്റെടുത്തിട്ട് നിന്നെ അവസാനം വരെ നടത്താൻ, നിത്യതയോളം നടത്താൻ ഞാൻ സർവശക്തനാണ്. എന്റെ കരത്തേലോട്ട് നിന്റെ കരം ഒന്ന് വെച്ച് തരാമോ? ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വെക്കില്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് ഓടും ആ കരത്തിനെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു വല്ലാത്ത സാഹചര്യത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോ പലതും നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നാം, പലരോടും ദേഷ്യപ്പെടണമെന്ന് തോന്നാം. ഈ സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. നിങ്ങൾ ആ കാര്യം പരിശുദ്ധാത്മാവിന്റെ കയ്യിലോട്ട് കൊടു. പരിശുദ്ധാത്മാവേ, ഇതാണ് എന്റെ സാഹചര്യം, അങ്ങെന്നെ സഹായിക്കണമേ, അങ്ങ് എന്നോട് ഒരു വാക്ക് പറയണമേ, അങ്ങ് എന്നോട് ജ്ഞാനം ഉപദേശിച്ചു തരണമേ. ശലോമോന് ജ്ഞാനത്തെ അങ്ങല്ലേ കൊടുത്തത്. എന്തോരം പ്രശ്നങ്ങളെ ശലോമോൻ സോൾവ് ചെയ്തു. ഹല്ലേലൂയ. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി അറിയാത്തവർ ലോകത്തെങ്ങുമില്ല. അപ്പോ അത്രയും കാര്യങ്ങളെ ശലോമോന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കേ. എന്തുകൊണ്ട് നമുക്ക് ജ്ഞാനത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല? നമ്മൾ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നില്ല. ഹല്ലേലൂയ. സ്വരം നമ്മൾ ശ്രവിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് ഓടുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നു, വീണു പോകുന്നു. എന്റെ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ദർശനങ്ങൾ പ്രാപിക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആത്മീക അനുഭവങ്ങളിലൂടെ നടത്തപ്പെടാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആത്മവിവശത പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേരുണ്ടായിരുന്നു ആത്മവിവശത ക്ലാസ് പഠിപ്പിച്ചപ്പോ? ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം എൻ്റെ മോന് വൈകുന്നേര സമയത്ത് ഒരു പാട്ട് വെച്ച് കേട്ട് അവൻ ഇങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ദൈവം അവനെ ആത്മവിവശതയിൽ എടുത്തോണ്ട് പോയി. ഞങ്ങളാരും ആ റൂമിലില്ലായിരുന്നു. നോ വൺ, ആരുമില്ല. നമ്മളെല്ലാം ഹാളിൽ കൂടി ഇരുന്ന് സംസാരിക്കണം. അവൻ ആ സമയത്ത് അങ്ങനെ കിടക്കില്ല. നമുക്കെല്ലാം അറിയാം അവൻ എന്തുകൊണ്ട് കിടക്കുന്നു, നമ്മൾ ആരും ചിന്തിച്ചില്ല. ഞങ്ങൾ 3 പേരും കൂടെ ഹാളിലിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് ഓടി വന്നു. ഒരു അരമണിക്കൂറൊന്നും എടുത്തു കാണില്ലെന്ന് ആവശ്യം ഓടി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. അമ്മ, യേശു എന്റെ അടുക്കലേക്ക് വന്നു, യേശു എന്നെ കൊണ്ടുപോയി അമ്മ. ഹല്ലേലൂയ. അയ്യോ, എനിക്ക് ഒത്തിരി സന്തോഷം. അവൻ എന്നോട് പിറ്റേ ദിവസം അമ്മ ഇത് പറയണം ഇവിടെ എല്ലാരോടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ പറയാനായിട്ട് പറ്റിയില്ല. ഇന്നങ്ങ് പറയുക കേട്ടോ. ഞാൻ ചോദിച്ചു, എവിടാ നിന്നെ കൊണ്ടുപോയത്? കർത്താവിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോയി ആദ്യം. ഹല്ലേലൂയ. അവിടെ ഒരു മരം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, നീ ഈ മരത്തിനെ ഫലമുള്ളതാക്കി തരണം. എന്ത് കാണിച്ചു? ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു, ഈ മരം ഫലമുള്ളതാക്കി തരാൻ പറഞ്ഞു. അപ്പൊ മോൻ എന്ത് ചെയ്തെന്നറിയാം? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് കർത്താവിനെ നോക്കി. അപ്പൊ യേശു എന്നോട് ചിരിച്ചില്ല. അമ്മ, കർത്താവ് പറഞ്ഞു, ഇങ്ങനെ അല്ലടാ മോനെ ഇത് ചെയ്യണ്ടേ. നീ എന്ത് ചെയ്യണം? ആദ്യം മണ്ണ് കിളക്കുക. മണ്ണ് കിളച്ച് എന്തിടണം? ഓരോടണം അല്ലേ? ഓരോടണം, വെള്ളം ഒഴിക്കണം, അതിന്റെ ചുവട്ടിൽ നീ അധ്വാനിക്കണം, എന്നിട്ട് നോക്കാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്തേച്ച് അവൻ നോക്കിയപ്പോ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതിൽ വന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം അവനെ പഠിപ്പിക്കുക അല്ലേ, നീ എന്താണ് നിന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഇത്തിരി കഠിനാധ്വാനമുള്ള പണിയാണ് അതങ്ങനെ ഇങ്ങനെ നീ ഒട്ടിച്ചു വെക്കാൻ നോക്കിയാലൊന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. എത്ര സിമ്പിൾ ആയിട്ടല്ലേ കർത്താവ് കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്. സിംഹാസനത്തിനടുക്കലേക്ക് കർത്താവ് കൊണ്ടുപോയി. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആ സിംഹാസനത്തിന്റെ വെളിച്ചം കാരണം അതിൽ നോക്കാൻ പറ്റുന്നില്ല. ദൂതന്മാരുണ്ട്, അവർക്കൊക്കെ വലിയ പ്രകാശമാണ്. ഡയമണ്ടിൽ നിന്ന് ഏതാണ്ട് വെളിച്ചം എന്റെ ശരീരത്തിലേക്ക്, എന്റെ കണ്ണുകളിലേക്ക് വരും പോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു ടണലിലൂടെ കർത്താവ് എന്നെ കൊണ്ടുപോയി. ഷെടാ, ഇതേതാ ടണൽ? ഞാൻ ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നരകത്തിലേക്ക് കൊണ്ടുപോയ. അപ്പൊ 2 സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ട് കേട്ടോ. നരകത്തിലേക്ക് കൊണ്ടുപോയി. ഇരുട്ടടഞ്ഞ ഒരു ടണൽ. അവൻ പറഞ്ഞു, ഒത്തിരി ദൂരെ ആ ടണലിലൂടെ ഞാൻ താഴേക്ക് പോയി. അവിടെ എല്ലാം പിശാചുക്കളാ, ധാരാളം പേരുണ്ട്. ഒരു സ്ഥലത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോയപ്പോ ഒരു മനുഷ്യനെ 2 ചങ്ങലയിൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. ഒരു കൈതാണ്ട് ഇങ്ങേക്ക്, ഒരു കൈതാണ്ട് അങ്ങോട്ട്, 2 ചങ്ങല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്?
കെട്ടിയിട്ടിരിക്കുക. 2 പിശാചുക്കൾ അവന്റെ അടുത്ത് കാവലുണ്ട്. കുന്തം പോലുള്ള ഏതോ സാധനം, ഒരു ആയുധം അവരുടെ കയ്യിലുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കത് ക്ലിയർ അല്ല, കണ്ട അവനും അത്രേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇങ്ങോട്ട് ഈ ആളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നപ്പോ ഈ ആൾ സന്തോഷത്തോട് ചോദിക്കുക, കർത്താവേ, എന്റെ വേദന നീ കാണുന്നില്ലേ? നീ എന്നെ രക്ഷിക്കാനല്ലേ വന്നത്? ദാണ്ടെ എന്നെ രക്ഷിച്ചോട്ട് പൊയ്ക്കോ. കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോ ഒത്തിരി തവണ ഞാൻ നിന്നെ വാൺ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോ ഒത്തിരി സമയം നിന്നോട് ഞാൻ സംസാരിച്ചു. ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ എന്റെ മക്കളോട് നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, മാനസാന്തരപ്പെട, എന്റെ വഴിക്ക് നീ വാ, എന്റെ ഇഷ്ടം നീ ചെയ്. എന്നിട്ട് നീ അത് കേട്ടില്ല. ഇനി നിനക്ക് സമയമില്ല, നിന്റെ സമയം ഭൂമിയിൽ കഴിഞ്ഞു. ഹല്ലേലൂയ. നിനക്കിനി എന്നേക്കും ഇതാണ് ശിക്ഷ. കർത്താവ് അവനെയും കൊണ്ട് തിരിച്ചു വന്നു. അവൻ തിരികെ എത്തി. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് ഓർമ്മയോടെ അവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അവന്റെ ജീവിതകാലത്തിന് അവൻ ഒരു പാപം ചെയ്യില്ല. ശരിയല്ലേ? ഇതുപോലൊരു ദർശനം നിങ്ങളുടെ എന്റെ തലമുറയ്ക്ക് കൊടുത്താ പോരെ സഹോദരങ്ങളെ? മതി. ദാറ്റ്സ് എനഫ്. ഹല്ലേലൂയ. മതി ഇങ്ങനെ ഒരു ദർശനം ആ തലമുറ രക്ഷിക്കപ്പെടാൻ. പ്രാർത്ഥിക്ക്, മക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകട്ടെ, വിഷൻസ് ഉണ്ടാകട്ടെ, ആത്മവിവശതയിൽ കർത്താവ് അവരെ എടുത്തുകൊണ്ട് പോകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോടൊരു ദൈവദാസനോ ഒരു ദൈവദാസിയോ സംസാരിക്കുമ്പോൾ യേശുതാനും സംസാരിക്കുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ ഓർക്കണമേ. ഞാൻ എല്ലാവരോടും എന്റെ ശബ്ദത്തിലായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. പക്ഷെ അവർ കേട്ടിട്ടില്ല, പലരും കേട്ടിട്ടില്ല. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം, സിസ്റ്റർക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാ അത് പറഞ്ഞാൽ പോരെ? ഞാൻ എന്തിന് ദൈവവചനവുമായിട്ട് ഇവിടെ നിൽക്കണം? ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു വാക്ക് പറയുന്നെങ്കിൽ അത് എന്റെ ബലത്താലെ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല, ഇനി പറയത്തുമില്ല. കാരണം എനിക്ക് അതിനുള്ള ശക്തിയില്ല. എന്നെ നിർത്തിയിരിക്കുന്നത് കൃപയാൽ ദൈവം നിർത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നത് കൃപയാൽ പറയുന്നു, ഞാൻ കാണുന്നത് കൃപയാൽ കാണുന്നു, ഞാൻ കേൾക്കുന്നത് കൃപയാൽ കേൾക്കുന്നു. ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഒടുവിൽ അന്ത്യം അവിടെയാ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നേരിട്ട് പറയണമെന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്ക് സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറകൾ മാറട്ടെ. നിങ്ങളുടെ യൗവനക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? പ്രവചിക്കും, ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലമുറ നമുക്ക് വേണ്ടി. ആശ്മി എന്ത് പറയുന്നു? വേണം. നിങ്ങളുടെ തലമുറകൾ അതിനുവേണ്ടി പ്രയോജനപ്പെട്ടെ. നിന്റെ 2 തലമുറകളും കർത്താവിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നവരാണെന്ന് നിനക്കറിയാമോ? എന്നാൽ അങ്ങനാണ്. ഹല്ലേലൂയ. God has a plan. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് 2 കുഞ്ഞുങ്ങളുടെ മേലും, നിന്റെ കുടുംബത്തിന്റെ മേല്. പക്ഷേ പിശാച് അതിന് അനുവദിക്കാത്തതാ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അത് ചെയ്തെടുക്കാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് നിന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ കുടുംബത്തെ തകർത്ത് കളയുന്ന ചില ദുഷ്ടന്റെ ചങ്ങലകളെ ഇന്ന് പകൽക്കാലം ദൂതന്മാരിറക്കി കർത്താവ് വെട്ടിക്കളയുക. ആ കുടുംബത്തിനകത്തും സ്തോത്രം, വലിയ ഡെലിവറൻസ് ആ കുടുംബത്തിനകത്ത് സംഭവിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ അങ്ങനെ ആത്മമണ്ഡലത്തിൽ കാണുക. നീ ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴും നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൂതന്മാർ കയറിയിട്ട് 4 വശവും കെട്ടിയിട്ടിരിക്കുന്ന, നിന്നെ അങ്ങോട്ടും വിടത്തില്ല ഇങ്ങോട്ടും വിടത്തില്ല, അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല ഇങ്ങോട്ട് പോകാൻ അനുവദിക്കത്തില്ല, നേരെ ജീവിക്കാനും അനുവദിക്കില്ല എന്നാൽ മരിക്കാനും അനുവദിക്കത്തില്ല, അതുപോലിട്ട് ദണ്ഡിപ്പിക്കുന്ന ചിലതിനെല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് വെട്ടിക്കളയാനായിട്ട് ദൂതന്മാർ ഇറക്കുക അതിനകത്ത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഗോഡ് വിൽ ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം മുഴുവനായി മാറ്റാൻ എൻ്റെ കർത്താവ് ഇന്ന് റെഡിയായി ഇറങ്ങിയിരിക്കുക.
നിങ്ങളെ ജീവിതത്തെ മുഴുവൻ എൻ്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? അപ്പ ഒന്നും ഞാൻ മാറ്റിവെക്കുന്നില്ല, എന്നെ തന്നെ മുഴുവനായി അപ്പന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാ. എന്റെ തലമുറകളെ ഏൽപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു, എനിക്കുള്ള സകലത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. യൂസ് മീ ലോർഡ്, ഹല്ലേലൂയ. എന്നെ ഉപയോഗിച്ചാട്ടെ, എന്റെ തലമുറകളെ ഉപയോഗിച്ചാട്ടെ, എന്റെ മക്കളെ ഉപയോഗിച്ചാട്ടെ. സകലാന്തകാര മണ്ഡലങ്ങളിൽ നിന്നും കർത്താവ് അവരെ പുറത്തേക്ക് എടുക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റാനായി പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ എന്ത് പ്രതിസന്ധിയുടെ നടുവിൽ കിടന്നാലും എൻ്റെ കർത്താവ് നിങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. ദൈവത്തിന് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അപ്പാ, എനിക്ക് അങ്ങയുടെ ശബ്ദം കേട്ട് നടന്നാ മതി. ലോകത്തിലുള്ള മനുഷ്യർ പറയുന്ന പോലെ കേട്ട് നടന്ന് എന്റെ ജീവിതം പോയി. ഹല്ലേലൂയ. എന്റെ ചിന്തകൾ പറയുന്ന കേട്ട് നടന്ന്, എന്റെ വികാരങ്ങൾ എന്നോട് പറയുന്ന കേട്ട് നടന്ന് എന്റെ ജീവിതം മുഴുവനും പോയി. എന്നാൽ അങ്ങ് പറയുന്ന കേട്ട് നടക്കാൻ, അങ്ങ് പറയുന്ന കേട്ട് സ്റ്റെപ്പ് വെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങൊന്നും പറഞ്ഞില്ലേ ഞാൻ സ്റ്റെപ്പ് വെക്കില്ല, ഞാൻ നിന്നെടുത്ത് നിൽക്കും. ഹല്ലേലൂയ. അപ്പാ, എന്നോടങ്ങ് സംസാരിച്ചാട്ടെ, എന്നോടങ്ങ് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം പരിശുദ്ധാത്മാവ് പറയും പോലെ ആയിരിക്കും. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവ് പറയുന്നതായിരിക്കും. നിങ്ങൾ നോക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകളാലായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുന്ന സമയത്ത് ദർശനങ്ങൾ കാണും, വെളിപ്പാടുകൾ കാണും. എന്തുകൊണ്ടാണ്? നിങ്ങൾ കാണുന്നത് ദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ടായി മാറുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കൈ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ആ കൈയിലൂടെ സൗഖ്യങ്ങൾ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കാലുകളെ മാൻപേടെ കാലിൻ ദൈവം തുല്യമാക്കും. ഹല്ലേലൂയ. ഓടാനുള്ള ബലം നിങ്ങൾക്ക് നൽകും. ഒത്തിരി പേരിപ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ആ പ്രസൻസിനെ നിങ്ങൾ അനുഭവിക്കുക. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യമാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിനെ അത് തൊട്ടുകൊണ്ടേയിരിക്കുക. ചിലരുടെ മനസ്സിലെല്ലാം വലിയ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിനെ ദൈവം മാറ്റട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നടന്നാട്ടെ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടന്നാട്ടെ. ജഡത്തിന്റെ മോഹം എനിക്ക് ചെയ്യണ്ടപ്പാ, മനസ്സ് പറയുന്ന പോലെ എനിക്ക് കേൾക്കണ്ട. എന്റെ ജഡം എന്ന് പറയുന്നത് അങ്ങിൽ നിന്ന് എന്നെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഇഷ്ടമുള്ളതല്ലെന്ന് എനിക്കറിയാം. എനിക്ക് ആത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്താൽ മതി. ആത്മാവിന്റെ ഫലം എന്താണെന്നറിയാമോ? സ്നേഹം. ആ ഒരൊറ്റ ഫ്രൂട്ടിൽ നിന്നാണ് മറ്റെല്ലാം വരുന്നത്. സമാധാനം അതിൽ വരും, സന്തോഷം അതിൽ വരും, ഇന്ദ്രിയ ജയം അതിൽ വരും. ഹല്ലേലൂയ. എല്ലാം ആ ഒരു ഫലത്തിൽ നിന്ന് വരും. നിങ്ങൾ ആത്മാവിനെ അനുഭവിച്ചറിയാനായിട്ട് തുടങ്ങിയാട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ദിവസം പ്രതി, മിനിറ്റ് പ്രതി മിനിറ്റ്, മണിക്കൂർ പ്രതി മണിക്കൂർ നിങ്ങളെ മാറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്. ഹല്ലേലൂയ. സബ്മിറ്റ് യുവർ വിൽ ടു ഹോളി സ്പിരിറ്റ്. സബ്മിറ്റ് യുവർ ഇമോഷൻസ് ടു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ വികാരത്തെ, ചിന്തകളെ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട് പറയണം, എൻ്റെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ചാട്ടെ, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചാട്ടെ, എൻ്റെ കുടുംബത്തിന്റെ കൺട്രോൾ അങ്ങേറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. എല്ലാ കർത്താവ് ചെയ്യട്ടെ. ഇതൊന്നുമല്ലെന്ന് പറയാൻ വന്നത്, വിഷയമെല്ലാം മാറിപ്പോയി. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ കരങ്ങളിൽ അങ്ങനെ മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ മാത്രം കേട്ടോ. അപ്പന്റെ മുഖത്തേട്ട് നോക്കിയിട്ട് പറഞ്ഞാട്ടപ്പാ, എനിക്ക് മാറണം. ഹല്ലേലൂയ. ഇങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് മാറണം. ഹല്ലേലൂയ. ഒരു മാറ്റം എനിക്ക് ആവശ്യമാണെന്ന് ആരെല്ലാം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു മാറ്റം എനിക്ക് വേണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാട്ടെ, ദൈവത്തോട് നിങ്ങൾ സംസാരിച്ചാട്ടെ. അപ്പാ, എൻ്റെ ഹൃദയത്തെ അങ്ങ് കാണുന്നല്ലോ, എൻ്റെ മനസ്സിനെ അങ്ങ് കാണുന്നല്ലോ. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ അങ്ങ് അറിയുന്നല്ലോ, എൻ്റെ വിചാരങ്ങളെ അങ്ങ് കാണുന്നല്ലോ.
കർത്താവേ, ഇതെല്ലാം അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. എന്നെ അങ്ങ് മാറ്റണമേ. ഹല്ലേലൂയ. എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. എന്റെ കുടുംബത്തെ മാറ്റണമേ. എന്റെ തലമുറകളെ മാറ്റണമേ. എന്റെ ഡെസ്റ്റിനിയെ മാറ്റണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് തീരുമാനിച്ചിരിക്കുന്ന ഒന്നുണ്ട്, അതല്ല. അതിനെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. പിശാചിന്റെ ഉള്ളിലിട്ട ചില തീരുമാനങ്ങളുണ്ട്, നീ ഇതുവരെ പോകത്തുള്ളൂ എന്ന്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. രോഗങ്ങൾ നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, നീ ഇതുവരെ പോകത്തുള്ളൂ എന്ന്. അത് ക്യാൻസൽ ചെയ്യുകയാണ്. കടഭാരങ്ങൾ നിന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, നീ ഇതുവരെ പോകത്തുള്ളൂ എന്ന്. അത് ക്യാൻസൽ ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തില്. ഇന്ന് ദൈവം വരച്ച ആ വൃത്തത്തിനകത്തോട്ട് നിങ്ങളെ കയറ്റി നിർത്തുക. ഹല്ലേലൂയ. പിശാച് വരച്ചതിനെല്ലാം ഇന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ദൈവം വരച്ചതിനകത്തോട്ട് കയറ്റി നിർത്തുക. അതിലോട്ട് നിങ്ങൾ എത്തട്ടെ. അതിലോട്ട് നിങ്ങൾ എത്തട്ടെ. കരങ്ങളെ അടിച്ച് നിങ്ങൾ അത് സ്വീകരിച്ചാട്ടെ. അതിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ഇന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ പകൽ ആ മാറ്റത്തിന്റെ ആ ഒരു ഷിഫ്റ്റിന്റെ തലം നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. ഓ റഖലസ്മനാഹതരോ കലസ്ബരാറേ തരാഗലസ്മനാറിഖന ഓ റഖോലദാരവരസ്മനാറേലേകെ സിഖാല ഓ തരാകസ്മനാറിഗലദീരശമനാറേ തരാറിഗല റേലേകെ സിഖാല ബാരഹസ്വരോ തരാകസ്മനാറിഗന. കുടുംബങ്ങൾ മാറട്ടെ. കുടുംബങ്ങൾ മാറട്ടെ. ജീവിതങ്ങൾ മാറട്ടെ. കണ്ണുനീരിൽ തകർന്ന ചില കുടുംബങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ജീവിതങ്ങളെ എന്റെ കർത്താവ് മാറ്റുവാനായി പോവുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ തീരുമാനിച്ചത് മാത്രം ഇന്നു മുതൽ അതങ്ങനെ സംഭവിക്കട്ടെ. പിശാച് വെച്ചിരിക്കുന്ന സകല പദ്ധതികളും സകല കോട്ടകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പൊളിയട്ടെ. The name of Jesus I break it now. Hallelujah. യേശുവിന്റെ നാമത്തിൽ അവർ ഫ്രീ ആകട്ടെ. അവർ ഫ്രീ ആകട്ടെ. അവർ ഫ്രീ ആകട്ടെ. The mighty name of Jesus. Hallelujah. കരങ്ങളെ ചേർത്തടിച്ച് പാടിയാട്ടെ. തീ പോലെ ഇറങ്ങണമേ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മശക്തി ഇറങ്ങട്ടെ. Hallelujah. Thank you Jesus. നമുക്ക് പാടാം. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ചേർന്ന് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. തീ പോലെ ഇറങ്ങണമേ. അഗ്നി നാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. Hallelujah. എന്റെ ജീവിതം മാറട്ടപ്പ. Hallelujah. ആത്മാവിന്റെ ശക്തിയാല് എന്നെ ദൈവം നിറയ്ക്കണം. Thank you Jesus. Hallelujah.